കൊച്ചി നഗരത്തിന്റെ ഓണാഘോഷങ്ങൾക്ക് എന്നും കൊഴുപ്പേകിയിരുന്ന എറണാകുളത്തപ്പൻ ഗ്രൗണ്ട് ഇത്തവണ ശാന്തമാണ്. ഇത്തവണത്തെ ഓണക്കാലത്ത് മേളകളോ വ്യാപാര ചന്തകളോ ഇവിടെ ഉണ്ടാകില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ബന്ധപ്പെട്ട അധികൃതരുടെയും ലേല നടപടിയിലെ അനാസ്ഥ കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാന നഷ്ടമാണ് ബോർഡിനുണ്ടാകുന്നത്. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ഇത്തവണ മേള നടത്തുന്നതിനായി വിളിച്ച ലേലത്തിൽ ഒരു സ്വകാര്യ വ്യക്തി 85 ലക്ഷത്തിന് കരാർ ഉറപ്പിച്ചിരുന്നു. എന്നാൽ കരാർ തുക മുഴുവനായി അടയ്ക്കേണ്ട അവസാന തീയതി കഴിഞ്ഞിട്ടും പണമടയ്ക്കാൻ ഇയാൾ തയ്യാറായില്ല. കരാർ തുക അടയ്ക്കാതെ വഞ്ചിച്ച വ്യക്തിക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പകരം ഒരു സംവിധാനം ഏർപ്പെടുത്താൻ വൈകിയത് മേള തന്നെ ഇല്ലാതാക്കി. എറണാകുളം ശിവക്ഷേത്രത്തിന് കീഴിലുള്ള ഈ മൈതാനം മേളകൾക്ക് നൽകിയാണ് ദേവസ്വം ബോർഡ് വലിയ തുക കണ്ടെത്തിയിരുന്നത്. ദേവസ്വം ഭരണാധികാരികളുടെ കടുത്ത അനാസ്ഥയാണ് ഉത്സവ സീസണിൽ ക്ഷേത്രത്തിന് ലഭിക്കേണ്ട ഭീമമായ തുക നഷ്ടപ്പെടുത്തിയതെന്ന വിമർശനമാണ് ഉയരുന്നത്. ഹൈന്ദവ ജനതയോട് ദേവസ്വം ബോർഡ് കാണിക്കുന്ന കടുത്ത അനീതിയായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം ക്ഷേത്രത്തിൽ ജനങ്ങൾ വരാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഈ ട്രേഡ് ഫെയറിന് വരും, ജനങ്ങൾ അമ്പലത്തിൽ പോവും, കാണിക്കയിടും. അതോടൊപ്പം തന്നെ അവിടെയുള്ള ചെറിയ പൂക്കട കച്ചവടക്കാർക്ക്, ചെറിയ ചെറിയ ബിംബങ്ങൾ വിൽക്കുന്നവർക്ക്, ആധ്യാത്മിക പുസ്തകം വിൽക്കുന്ന ആളുകൾക്ക്, ചെറിയ മുണ്ടുകൾ വിൽക്കുന്ന ആളുകൾക്ക്, ചെറിയ ചെറിയ ഉപ്പേരി തൊട്ട് പിന്നെ കർപ്പൂരം വരെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന അവസരം തുലച്ചു കളഞ്ഞു എന്നുള്ളതാണ്. വിഷയത്തിൽ മന്ത്രി അടിയന്തരമായി ഇടപെട്ട് പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി മേള നടത്താൻ അനുമതി നൽകണമെന്നാണ് ഭക്തരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം. ദേവസ്വം മന്ത്രി ഇവിടെ സന്ദർശിച്ചുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ട്. ജനങ്ങളോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ അടിയന്തരമായി ഇവിടെ ട്രേഡ് ഫെയർ കൊണ്ടുവരികയും ഓണത്തിൻ്റെ ആഘോഷം കെങ്കേമമായി നടത്തുകയും ചെയ്യണം. ഓണവിപണി സജീവമാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൊച്ചി നഗരവാസികളുടെ പ്രധാന ഓണം ഷോപ്പിംഗ് കേന്ദ്രമായിരുന്ന എറണാകുളത്തപ്പൻ ഗ്രൗണ്ട് വിജനമായി കിടക്കുന്നത് വ്യാപാരികളെയും പൊതുജനങ്ങളെയും ഒരുപോലെ നിരാശരാക്കിയിട്ടുണ്ട്. ജനം, കൊച്ചി.